لبيك اللهم لبيك لبيك لا سيدنا محمد وعلى آل سيدنا مولانا محمد اللهم أعطنا ببركة القرآن خيري الدارين وارزقنا بحرمته زيارة الحرمين الشريفين اللهم أوصل وبلغ مثل ثواب ما قرأناه هدية منا إلى حضرة النبي المصطفى محمد صلى الله عليه وسلم وإلى أرواح آبائه وإخوانه من الأمر. ലബൈക്ക് അല്ലാഹുമ്മ ലബൈക്ക് ലബൈക്ക് ലാ ശരീക ലക്. ഹജ്ജ് നെടുമ്പാശ്ശേരിയിൽ നിന്നും 2 വിമാനങ്ങളിലായി 578 ഹാജിമാർ യാത്ര തിരിക്കും. SV 3775 3763 സൗദി എയർലൈൻസിൽ രാത്രി 8:35 നാളെ പുലർച്ചെ 3 മണിക്കും ആണ് യാത്ര തിരിക്കുന്നത്. ആദ്യ വിമാനത്തിൽ 159 പുരുഷന്മാരും 130 വനിതകളുമാണുള്ളത്. രണ്ടാമത്തേതിൽ ലക്ഷദ്വീപ് നിന്നടക്കം 289 ഹാജിമാർ യാത്ര തിരിക്കും. ഇന്നലെ നിങ്ങളെ വിളിച്ച് ഈ ഡോക്യുമെന്റ്സ് തന്നപ്പോൾ ഒരു 6 രേഖകൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പാസ്പോർട്ടാണ്. പാസ്പോർട്ട് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ഒരു പൗരൻ്റെ ഐഡന്റിറ്റി തെളിയിക്കുന്ന രേഖയാണ്, ഔദ്യോഗിക രേഖയാണ് പാസ്പോർട്ട് എന്ന് പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ നാടും വീടും രാജ്യവും ഒക്കെ വിട്ട് മറ്റൊരു രാജ്യത്തേക്കാണ് പോകുന്നത്. അവിടെ നിങ്ങൾ മാത്രമല്ല വന്ന് എത്തുന്നത് ഹജ്ജിന് വേണ്ടി. ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും 20 ലക്ഷത്തിനും 25 ലക്ഷത്തിനും ഇടയിലുള്ള ഹാജിമാർ അവിടെ സംഗമിക്കും. ആ സംഗമത്തിനിടയിൽ സൗദിയിലെ ഏതെങ്കിലും ഒരു അതോറിറ്റിക്ക് നിങ്ങളുടെ ഐഡന്റിറ്റി പരിശോധിക്കണമെന്ന് തോന്നിയാൽ അവർ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് നിങ്ങളുടെ പാസ്പോർട്ടായിരിക്കും. അപ്പോൾ അത് കൃത്യമായി വ്യക്തമായി കൈമോശം വരാത്ത തരത്തിൽ നിങ്ങൾ സൂക്ഷിച്ചിരിക്കണം. രണ്ടാമത്, നിങ്ങളുടെ കയ്യിലേക്ക് ഒരു ഇരുമ്പ് വള പോലുള്ള ഒന്നിട്ട് തന്നിട്ടുണ്ട്. എല്ലാവരുടെ കയ്യിൽ തന്നിട്ടുണ്ട്. അത് വെറും അലങ്കാരത്തിന് വേണ്ടി തന്നിരിക്കുന്നതല്ല, അതിൻ്റെ പ്രാധാന്യം എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. ആ വളയിൽ നിങ്ങളുടെ കവർ നമ്പർ, പാസ്പോർട്ട് നമ്പർ, രാജ്യത്തിൻ്റെ പേര് എന്നിവ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങൾ ഉൾപ്പെടുന്ന ഒരു വലിയ പറഞ്ഞോ ലക്ഷദ്വീപിലെ അവസ്ഥകളും എത്ര ഹാജിമാർ വന്നിട്ടുണ്ടെന്നൊക്കെയുള്ളതിനെ കുറിച്ച്. ലക്ഷദ്വീപിനെ സംബന്ധിച്ചിടത്തോളം താരതമ്യേന ഈ പ്രാവശ്യം 98 ഹാജിമാരാണ്. സാധാരണഗതിയിൽ ലക്ഷദ്വീപിൽ എബോവ് 150 എബോവ് 200+ ഹാജിമാർ ഒരു ആവറേജ് എല്ലാ വർഷവും ഹജ്ജിന് വരുന്നുണ്ടായിരുന്നു. ഈ പ്രാവശ്യം 92 ഹാജിമാർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അതിന് പ്രധാനമായ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ആൾക്കാർക്ക് സാമ്പത്തിക സ്രോതസ് കുറഞ്ഞ് ആൾക്കാരുടെ വരുമാനം കുറവുള്ളതുകൊണ്ട് അവർക്ക് സോഴ്സ് ഓഫ് ഇൻകം ഒക്കെ വളരെ കുറവായതുകൊണ്ടും അങ്ങനെ വരാൻ പറ്റാത്തതാണ്. 93 ഹാജിമാരുണ്ടെന്നുള്ള ഔദ്യോഗിക റിപ്പോർട്ട് ഇവിടെ വന്നേക്കുന്നത്. പ്ലസ് 92 ഹാജിമാരും ഒരു ഹജ്ജ് വളണ്ടിയറും ആദ്യം 103 പേരാണ് ഉദ്ദേശിച്ചത്. ഹജ്ജുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ജെ ടൈംസിനൊപ്പം ജലാൽ.